ആറ്റിങ്ങൽ മാമത്ത് കക്കൂസ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം തുടരുന്നു. മാമം റോയൽ ക്ലബിന് സമീപത്തായി വീട്ടമ്മമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ജനപിന്തുണയേറുന്നു. ജനവാസ കേന്ദ്രത്തിനും ആരാധനാലയങ്ങൾക്കും സമീപം നഗരസഭ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കക്കൂസ് മാലിന്യ പ്ലാന്റ് യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. അപ്പോൾ അവിടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അതിൽ സീനിയർ ഗെയ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിരുന്നു. പുള്ളി കുറേ ക്ലാസ് എടുത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചു പോയ ഒരു സഭായോഗമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി പറഞ്ഞിരിക്കുന്നത് സീവേജ് പ്ലാന്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ചെറിയ ഒരു രീതിയിൽ ചെറിയൊരു മിഷൻ കൊണ്ടുവയ്ക്കും, അന്നന്ന് തന്നെ അതിനെ ക്ലീനാക്കി പോവുകയും ചെയ്യും. അപ്പം ഞാൻ കൂട്ടത്തിൽ ചോദിച്ചു, അടുക്കളയിലിരിക്കുന്ന മിക്സിയുടെ അതേ ലാഘവമാണ് വീട്ടുകാർ ഉപയോഗിക്കുന്ന മിക്സി, അതിലിടുന്നു, അടിക്കുന്നു, കഴുകുന്നു, കൊത്തു കളയുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വയനാട് പോയി. ഒരു സംഘം പോയിരുന്നു വയനാട്. അത് താഹിറുണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നു. അപ്പോൾ വയനാടിനെ കുറിച്ച് നമുക്കറിയാം, എന്താണ് ആ സ്ഥലം അല്ലെങ്കിൽ ഭൂപ്രകൃതി. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നമ്മൾ ഈ കാണുന്ന ആറ്റിങ്ങൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ഒരുപാട് വ്യത്യാസമുണ്ട് അത് കാണുമ്പോൾ തന്നെ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാറ് കുറച്ചുകൂടി സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ ഞാനും പറഞ്ഞു, സീവേജ് പ്ലാന്റ് മറ്റ് വികസിത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതേപോലെ UAE, ദുബായ് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് വേറൊരു ഡിഫറൻറ്റ് ലെവലിലാണ്. എന്നിട്ട് പോലും 20 കിലോമീറ്റർ ദൂരെ നടക്കുന്ന സീവേജ് പ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് രാത്രി 12 മണിക്ക് ഷാർജ ഗവൺമെൻറ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം എയർ അക്യൂമുലേഷൻ വരും. മിക്ക ഫ്ലാറ്റുകളിലും ജനൽ അടച്ചിടും. കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചീഞ്ഞ മുട്ടയുടെ ദുർഗന്ധമാണ് വമിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അതൊന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം വളരെ ചെറിയ രീതിയിൽ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ടാങ്കറിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുമാതിരി ഇവിടെ ഈ റോഡിൽ ഈ വണ്ടികൾ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങും. ഈ പ്ലാന്റ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരും. ഇതിനകത്ത് ഓവർലോഡ് വരും. ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് ഹോസ്പിറ്റലിലാവും. ഈ സ്മെല്ല് വന്ന് തുടരെ ശ്വസിക്കുന്ന ആളുടെ സമയത്ത് ഇവരെല്ലാം മറ്റ് അസുഖങ്ങളിലേക്ക് മാറും. ഈ ഏരിയയിലുള്ള ഓരോരോ സ്ഥാപനങ്ങളായിട്ട് വിട്ടൊഴിഞ്ഞു പോകും. പിന്നെ ഈ ഇതിനകത്തേക്ക് വരുന്ന ഈ പ്ലാന്റിലേക്ക് വരുന്ന മാലിന്യങ്ങൾ ഓവർലോഡായി കഴിയുന്നുണ്ട്. ഇതിനുള്ള ഓവർഫ്ലോയിൽ അതിൻ്റെ മാലിന്യം കടൽ അതനുസരിച്ചിട്ട് ഈ റിവറിലേക്ക് കണ്ടാമിനേഷൻ വരികയും ഇതിന് താഴേക്ക് താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉപരിയായിട്ടും വരും. ഈ സമരം ഈ പ്ലാന്റ് ഇവിടെ വരുന്നതിനെതിരായിട്ടുള്ള ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഞാൻ അറിയുന്നുണ്ട്, ഇതുവഴി പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ ഉണ്ടാകണം. അപ്പോൾ ഞങ്ങളുടെ CMRAയുടെ എല്ലാ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യും. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലായിരിക്കണം ഇതിൻ്റെ പരിപാടി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ മാലിന്യ പ്ലാന്റ് നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം ഇവിടെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മാലിന്യ പ്ലാന്റ് എന്തായാലും വരാൻ അനുവദിക്കില്ല. സമീപത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, ആരാധനാലയങ്ങൾ, റോയൽ ക്ലബ്ബ് എന്നിവയുടെ ഭാരവാഹികൾ ചേർന്ന് മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, നഗരസഭ അധികൃതർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാനും യോഗത്തിൽ തീരുമാനമായി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.